നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ വീഡിയോയിൽ നമ്മൾ രീതികാലിലെ പ്രമുഖ കവികളെക്കുറിച്ച് റിപ്പീറ്റായി പല എക്സാംസിലും ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഭൂഷൺ നോക്കാം. ഭൂഷൺ രീതിബദ്ധ് ആചാരി കവി. അദ്ദേഹം രീതിബദ്ധിലാണ് വരുന്നത്. കവിത്ത് കെ കവി ഹെ ഭൂഷൺ, അങ്ങനെ ചോദ്യം കാണാറുണ്ട്. കവിത്ത് കെ കവി കോൻ ഹെ, അത് ഭൂഷണാണ്. ഇനി ഭൂഷൺ ആരുടെ ആശ്രയത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഛത്രപതി ശിവജി, ഷാഹുജി, രാജാ ഛത്രസാൽ എന്നിവരുടെ ആശ്രയത്തിലായിരുന്നു. ഭൂഷൺ കോ കവി ഭൂഷൺ കി ഉപാധി ദി, ആരാണ് കവിഭൂഷൺ എന്നുള്ള ഉപാധി ഭൂഷണ് നൽകിയെന്നാണ് ചോദ്യം. രാജ രുദ്രസാഹാണ്, അദ്ദേഹം സോലങ്കി രാജായായിരുന്നു. ഭൂഷൺ കെ ശിവ ഭാവനി കൃതിമേ ഛത്രപതി ശിവാജി കി വീരത കാ ബഖാൻ ഹെ. അപ്പം ശിവഭാവനി അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കൃതിയാണ്. അതിൽ ഛത്രപതി ശിവാജിയുടെ വീരതയാണ്. ഇന്ദ്രജിമി ജംബ് പർ ഭാടവ് ജ്യോ അമൻ പർ പങ്ക്തി, അത് ഭൂഷണിൻ്റെയാണ്. ഈ പങ്ക്തി വളരെയധികം ഫേമസ് ആണ്, അതുകൊണ്ടാണ് അതവിടെ ചോദിച്ചേക്കുന്നത്. അടുത്തത് ഭൂഷൺ കി രചനാ പദ്ധതി, മുക്തക് പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ രചനാ പദ്ധതി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ പറയുകയാണെങ്കിൽ ശിവരാജ് ഭൂഷൺ, ഛത്രസാൽ ദശക്, ശിവഭാവനി, ഈ മൂന്നെണ്ണം. ശിവരാജ് ഭൂഷണിൽ അലങ്കാർ, അതേപോലെ തന്നെ ഛത്രസാൽ ദശകിൽ ഛത്രസാൽ ബുന്ദേലയുടെ പരാക്രമം, ദാനശീലതയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതേപോലെ ശിവഭാവനിയിൽ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ഛത്രപതി ശിവാജിയുടെ ഗുണങ്ങളുടെ വർണ്ണനാണ് അതിൻ്റെ അകത്തുള്ളത്. അടുത്തത് ബിഹാരിയെ നോക്കാം. ബിഹാരി രീതി സിദ്ധ് കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഗ്രന്ഥ് നമുക്കെല്ലാവർക്കും അറിയാം, ബിഹാരി സത്സൈ ആണ്. അതിൽ എത്ര ദോഹ ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിക്കാറുണ്ട്. 713 ദോഹയാണ്. പിന്നെ അദ്ദേഹം ഏത് രാജാവിൻ്റെ ദർബാരി കവിയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. രാജ ജയസിംഗ് കെ ദർബാരി കവി ഇതേ. ഇനി ബിഹാരിനെ കുറിച്ച് പറയുന്നത് ഉനോനെ ഗാഗർ മേ സാഗർ ബർദിയാ ഹെ എന്ന് പറയാറുണ്ട്. ഇനി ബിഹാരി സത്സയുടെ ടീക്ക എഴുതിയത് ആരൊക്കെയാന്ന് നോക്കാം. ബിഹാരി ബിഹാർ എന്ന പേരിൽ അംബികാദത്ത് വ്യാസ് ബിഹാരി സത്സയുടെ ടീക്ക എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ലല്ലുലാൽ കി ലാൽ ചന്ദ്രിക, അതും ബിഹാരി സത്സയുടെ ടീക്കയാണ്. അടുത്ത ചോദ്യമായിട്ട് അല്ലെങ്കിൽ പോയിൻ്റായിട്ട് വരുന്നത് ബിഹാരി കോ പീയൂഷ് വർഷി മേഘ് കി ഉപമ നൽകിയ ആൾ ശ്രീ രാധാചരൺ ഗോസ്വാമിയാണ്. അടുത്തത് കേശവദാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. കേശവദാസ് രീതി ബദ്ധ് കവിയാണ്. അദ്ദേഹം പ്രമുഖ അലങ്കാർവാദി ആചാര്യം കൂടെയാണ്. അദ്ദേഹം ആരുടെ ആശ്രയത്തിലായിരുന്നെന്ന് ചോദിച്ചാൽ രാജ ഇന്ദ്രജിത് സിംഗിൻ്റെ ആശ്രയത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ നോക്കാം. രസികപ്രിയ, രാമചന്ദ്രിക, കവിപ്രിയ, രതൻ ഭാവനി, വിജ്ഞാനി ഗീത, ജഹാംഗീർ ജസചന്ദ്രിക, ഇതൊക്കെ വളരെയധികം ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഇനി കവിപ്രിയ അദ്ദേഹത്തിൻ്റെ അലങ്കാർ നിരൂപൺ ഗ്രന്ഥമാണ്, ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ രസികപ്രിയാമേം രസ്, വൃത്ത്, കാവ്യദോഷോ കെ ലക്ഷൺ, അതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കേശവദാസിൻ്റെ രസികപ്രിയയുടെ ആധാർ ഗ്രന്ഥമായിട്ട് പറയുന്നത് ശൃംഗാർ തിലകാണ്. അദ്ദേഹത്തെ രീതികാവ്യ പരമ്പരാക്ക് പ്രവർത്തകമായിട്ടാണ് പറയപ്പെടുന്നത്. രാമചന്ദ്രികേനെ ഛന്ദോങ്ക അജായബഗർ എന്ന് വിളിച്ചത് രാംസ്വരൂപ് ചതുർവേദിയാണ്. അടുത്തത് ഘനാനന്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം. ഘനാനന്ദ് രീതി മുക്ത് കവിയാണ്. ഇദ്ദേഹം ആനന്ദ് ഘൻ എന്ന പേരിൽ പ്രസിദ്ധമാണ്.
ഇദ്ദേഹത്തിൻ്റെ സർവാധിക ലോകപ്രിയ രചനയായിട്ടുള്ളത് സുജാൻ ഹിന്ദ്. സുജാൻ ഹിന്ദിൽ 507 പദമാണ് സങ്കലിതമായിട്ടുള്ളത്. പിന്നെ വരുന്ന പോയിൻറ്റ്സ്, അതിസൂധോ സനേഹുക്കോ ഭാരൺ ഹെ കെ കവി കോൻ എന്ന് ചോദിക്കാറുണ്ട്. അത് ഘനാനന്ദാണ്. ഘനാനന്ദ് ദില്ലി കെ ബാദ്ഷാ, മുഹമ്മദ് ഷാ കെ മീർ മുൻഷി ദേ, ബ്രജഭാഷ കെ പ്രവീൺ ധേ. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ സുജാൻ സാഗർ, വിരഹലീല, രസകേലി വല്ലി ഇവയൊക്കെ പ്രസിദ്ധമാണ്. ലോഗ് ഹേ ലാഗി കവിത്ത് ബനാവത്, മോഹിം തൗ മോർ കവിത്ത് ബനാവത്. ഇത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഘനാനന്ദിൻ്റെ പംക്തിയാണ്. ഇനി ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.